മുസ്ലിങ്ങളോട് ബാപ്പക്കി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മുസ്ലിം ആവുക. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, ബാപ്പക്കി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മുസ്ലിം ആവുക. നീ ഒന്നാമത് നീ മുസ്ലിം ആവണേ. ബഹുമാനപ്പെട്ട ശംസുലമയുടെ ചാരത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോ ബാപ്പക്കി തങ്ങൾ പറഞ്ഞ പ്രസക്തമായ ഭാഗം 2024 ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ്. നീ ഒന്നാമത് നീ മുസ്ലിം ആവണേ, രണ്ടാമതും നീ മുസ്ലിം ആവണേ, മൂന്നാമതും നീ മുസ്ലിം ആവണേ. ആരാ പറയുന്നത്? ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് പറയുന്നത്. നീ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ മുസ്ലിം ആവണേ. നാലാമതാണ് നീ മറ്റുള്ളവരിലേക്ക്, മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നീ പോവേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നീ ഒന്നാമത് നീ ദീനിന് പ്രാധാന്യം കൊടുക്കണേ, നീ രണ്ടാമതും നീ ദീനിന് പ്രാധാന്യം കൊടുക്കണേ, മൂന്നാമതും നീ ദീനിന് പ്രാധാന്യം കൊടുക്കണേ, നാലാമതാണ് നീ മറ്റിടങ്ങളിലേക്ക് നീ പോവേണ്ടത്. രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, മറ്റിടങ്ങളിലേക്ക് ഒരു മുസ്ലിമിനോട് പറയാൻ നീ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ ദീനിന് പ്രാധാന്യം കൊടുക്കണേ എന്ന് ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ പറഞ്ഞു വെച്ചത്? അവിടെ എന്താ പറഞ്ഞു വെച്ചത്? ഏതാണ് ശരിയായ ദീൻ? നീ സുന്നത്ത് ജമാഅത്തിന് നീ പ്രാധാന്യം കൊടുക്കണേ ഒന്നാമത്, രണ്ടാമതും നീ സുന്നത്ത് ജമാഅത്തിന് നീ പ്രാധാന്യം കൊടുക്കണേ, മൂന്നാമതും നീ സുന്നത്ത് ജമാഅത്തിന് നീ പ്രാധാന്യം കൊടുക്കണേ എന്ന് തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് ശരിയായ രൂപത്തിൽ ദീനെ പ്രചരിപ്പിക്കാൻ കൃത്യമായി മുന്നിട്ട് വന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നീ ഒന്നാമത് നീ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നീ പ്രാധാന്യം കൊടുക്കണേ, രണ്ടാമതും നീ സമസ്തക്ക് പ്രാധാന്യം കൊടുക്കണേ, മൂന്നാമതും നീ സമസ്തക്ക് പ്രാധാന്യം കൊടുക്കണേ എന്ന് പഠിപ്പിച്ച മഹാന്റെ പേരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. അവിടെയാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്.